ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ നിഷ കൃഷ്ണൻ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ബോഡി ക്ലൻസിങ്ങിൻ്റെ 14ാമത്തെ ഡേ പ്രാക്ടീസാണ്. നമുക്ക് പ്രാക്ടീസിലേക്ക് കടക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ കണ്ണടച്ചിട്ട് നിലത്തോ ചെയറിലോ എവിടെ വേണമെങ്കിൽ നിങ്ങളുടെ കൺവീനിയൻസിനനുസരിച്ച് ഇരിക്കാം. സുഖാസനത്തിലോ അല്ലെങ്കിൽ പത്മാസനത്തിലോ ഏതാസനത്തിലോ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇരിക്കാം. നിങ്ങൾക്ക് ഏതാണോ വയ്ക്കുന്നത് അതേമാതിരി നിങ്ങളുടെ കൺവീനിയൻസ് ആണ് ഇമ്പോർട്ടൻസ്. അപ്പോൾ നമുക്ക് പ്രാക്ടീസിലേക്ക് കടക്കാം. ഓ ഇനി അടുത്തതായിട്ട് ഒരു ഭഗവാന്റെ നാമം ചൊല്ലാം നമുക്ക്. ഞാൻ കൃഷ്ണൻ്റെ നാമമാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് ഏത് ഭഗവാന്റെ വേണമെങ്കിലും നിങ്ങളുടെ ഇഷ്ട ഭഗവാന്റെ മന്ത്രം ചൊല്ലാം. ഓം നമോ ഭഗവതേ വാസുദേവായ. 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 ഇനി അടുത്തതായിട്ട് നമുക്ക് പ്രാണായാമം ചെയ്യാം. പ്രാണായാമം നമ്മൾ അനുലോം വിലോമാണ്. നമ്മൾ വലത്തെ മൂക്ക് പൊത്തുക, നാസികാമുദ്ര പിടിച്ചിട്ട് വലത്തെ മൂക്ക് പൊത്തുക, എന്നിട്ട് ഇടത്തെ മൂക്കിലൂടെ ശ്വാസം എടുക്കുക. എന്നിട്ട് ഇടത്തെ മൂക്ക് പൊത്തുക, എന്നിട്ട് വലത്തെ മൂക്കിലൂടെ ശ്വാസം വിടുക. ഇത് 5 വട്ടം തുടരുക. എന്നിട്ട് നമ്മൾ അടുത്തതായിട്ട് ചെയ്യാൻ പോകുന്നത് ഒരു പ്രാണായാമം കൂടി ചെയ്യാണ്. നമ്മൾ ശ്വാസം എടുക്കുക, വെറുതെ 2 മൂക്കിലൂടെയും വെറുതെ ശ്വാസം എടുക്കുക. 4 കൗണ്ട് ശ്വാസം എടുക്കുക, 4 കൗണ്ട് പിടിച്ചു വയ്ക്കുക, 4 കൗണ്ട് വിടുക, ശ്വാസം വിടുക. നമുക്ക് ചെയ്യാം. ഇൻഹെയിൽ ചെയ്യുക 4 കൗണ്ട്. 1 2 3 4. ഹോൾഡ് ചെയ്യുക 1 2 3 4. എക്സെയിൽ 1 2 3 4. ഇൻഹെയിൽ 1 2 3 4. എക്സെയിൽ 1 2 3 4. ഇൻഹെയിൽ 1 2 3 4. ഹോൾഡ് 1 2 3 4. എക്സെയിൽ 1 2 3 4. ഇനി അടുത്ത പ്രാക്ടീസിലേക്ക് കടക്കാം. നമ്മുടെ മൈൻഡിനെ സ്ട്രോങ് ആയി വയ്ക്കാൻ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാൾ നമ്മളെ വേദനിപ്പിക്കുമ്പോഴാണ് നമുക്ക് ഒരുപാട് വേദന ഉണ്ടാവും. അപ്പോൾ ആരും നമ്മളെ വേദനിപ്പിക്കുക ഏത് സമയത്തും. അപ്പോൾ നമ്മളോട് അത്ര ഇഷ്ടപ്പെട്ട ഒരാൾ അത്രയും ഹാർഷായിട്ട് സംസാരിക്കണ ഒരു സിറ്റുവേഷനാണ്. അപ്പോൾ നമ്മൾ അത്രയും കാമായിട്ട് തിരിച്ച് പ്രതികരിക്കുന്നതായിട്ട് കാണും. വിഷ്വലൈസ് ചെയ്യുക. അത്രയും ഹാഷ് വേർഡ്സ്, നിങ്ങൾക്ക് എന്താണോ സഹിക്കാൻ പറ്റാത്ത വേർഡുകളുണ്ട് അതൊക്കെ ഹാഷായി നിങ്ങളെ വിളിക്കുന്നതായിട്ടും ഒക്കെ വിഷ്വലൈസ് ചെയ്യുക. ഇത് മനസ്സിൻ്റെ ശക്തി കൂട്ടും. ഇനി അടുത്തതായിട്ട് നമ്മുടെ ഓറ ക്ലീനിങ് ചെയ്യാം. നമ്മുടെ ഓറ ക്ലീനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണടച്ചിരിക്കുക, എന്നിട്ട് ജസ്റ്റ് നിങ്ങളുടെ ഓറ ഫീൽ ചെയ്യുക. അതിൽ നിങ്ങളുടേതല്ലാത്ത എനർജികളുണ്ടാവും, അതൊക്കെ ക്ലീൻ ആവുന്നതായിട്ട് കാണാം. ഒരു വെള്ള ലൈറ്റോട് കൂടിയിട്ട് അത് ഫുള്ള് ക്ലീനായി ക്ലെൻസ് ആവുന്നതായിട്ട് കാണാം നിങ്ങളുടെ ചുറ്റുമുള്ള ആ കാന്തിക വലയം. ഇനി നമുക്ക് മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യാം. ജസ്റ്റ് ശാന്തമായിട്ട് ഒരിടത്തിരിക്കുക. എന്നിട്ട് നിങ്ങളുടെ ചിന്തകളെ ഒബ്സർവ് ചെയ്യുക.
നിങ്ങളുടെ ശ്വാസത്തിനെ ഒബ്സർവ് ചെയ്യുക. ഇന്ന് നമ്മൾ മൈൻഡ്ഫുൾ മെഡിറ്റേഷനാണ് ചെയ്യുന്നത്. ഇത് ആങ്സൈറ്റി കുറയ്ക്കാനൊക്കെ സഹായിക്കും. ഇത് നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിൽ എവിടെ വേണമെങ്കിൽ വെച്ച് ചെയ്യാം. നിങ്ങളുടെ തോട്ടിനെ ജസ്റ്റ് നിങ്ങളുടെ ചുറ്റും നടക്കുന്ന എല്ലാ കാര്യങ്ങളെയും ഒബ്സർവ് ചെയ്യാൻ മാത്രമേ വേണ്ടുള്ളൂ ഈ മെഡിറ്റേഷനായിട്ട്. എല്ലാത്തിനും ശ്രദ്ധ കൊണ്ടുവരിക. ഇത് നിങ്ങളുടെ ശ്രദ്ധയെ കൂട്ടും, ഫോക്കസ് കൂട്ടും, മൈൻഡിനെ ശാന്താക്കും. ഓക്കെ, ഇനി നമുക്ക് ഓം ചാണ്ട് ചെയ്തിട്ട് നമ്മുടെ പ്രാക്ടീസ് അവസാനിപ്പിക്കും. ഓം ഓം ഓം. Thank you for practicing with me.